മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ വിഘടനവാദ ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗം പരാജയം. മമതാ ബാനർജിയും സിദ്ധരാമയ്യയും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തില്ല. ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും വിട്ടുനിന്നതും സ്റ്റാലിന് തിരിച്ചടിയായി. അതിർത്തി പുനർനിർണയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആണെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഈ തെലങ്കാന മുഖ്യമന്ത്രി പങ്കെടുത്തു. അങ്ങനെയെങ്കിൽ സിദ്ധരാമയ്യ ബഹിഷ്കരിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ കോൺഗ്രസിൽ തന്നെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണരാജ്, ഈ യോഗം ശരിക്കും ആദ്യ ദിവസം തന്നെ, അതായത് ഈ യോഗത്തിൻ്റെ ആദ്യ ദിനം തന്നെ അത് കാര്യക്ഷമമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തരമൊരു യോഗം ഈ മണ്ഡല പുനർനിർണയത്തിനെതിരെ 7 മുഖ്യമന്ത്രിമാരെ വിളിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ സംഘടിപ്പിച്ചത്. അതിൽ ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും ഈ യോഗത്തിന് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനമായ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലും എത്തിയില്ല. സിദ്ധരാമയ്യ പകരം D.K. ശിവകുമാറിനെയാണ് അയച്ചത്. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാം. കാരണം ഇത് മുഖ്യമന്ത്രിമാരുടെ യോഗമായിട്ടാണ് ആദ്യം തന്നെ സ്റ്റാലിൻ ഇതിനെ അവതരിപ്പിച്ചത്, സ്റ്റാലിൻ ക്ഷണിച്ചത്. അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കർണാടക മുഖ്യമന്ത്രിയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ മുഖ്യമന്ത്രി എത്തുന്നില്ല. അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. BJP വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുന്ന ഒരു നേതാവാണ്. എന്നാൽ മമതാ ബാനർജിയും സ്റ്റാലിൻ വിളിച്ച ഇന്നത്തെ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ഒപ്പം ആന്ധ്രാപ്രദേശ് മറ്റൊരു ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനമാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എത്തിയിട്ടില്ല. ഒഡീഷ മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രിയാണ്. ഒഡീഷയിൽ മോഹൻ മാഞ്ചിയാണ് ഇവിടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം സ്വാഭാവികമായിട്ടും എത്തിയില്ല. അത് BJPയുടെ മുഖ്യമന്ത്രിയാണ് എന്ന നിലയ്ക്ക് അതിനെ നമുക്ക് കാണാം. പക്ഷേ എന്തുകൊണ്ട് മമതാ ബാനർജിയും സിദ്ധരാമയ്യയും പോലും എത്തിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്റ്റാലിൻ ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ഉയർന്നു വരാനുള്ളൊരു ശ്രമം രാഷ്ട്രീയമായി DMKയും സ്റ്റാലിനും നടത്തുന്നുണ്ട്. അതിനെ ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റു പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തിലെ കടുത്ത ഭിന്നതയും അല്ലെങ്കിൽ നേതാക്കളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ നമുക്ക് കാണാം. 7 മുഖ്യമന്ത്രിമാരെ വിളിച്ചതിൽ ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും യോഗത്തിന് എത്തിയില്ല എന്നതാണ് ഈ യോഗം പരാജയമാണ്, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഈ നീക്കം ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തേണ്ടത്. സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് ഇതായിരുന്നു, അതായത് ദക്ഷിണേന്ത്യയും അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റിനുമൊക്കെ മണ്ഡല പുനർനിർണയത്തിലൂടെ നഷ്ടക്കച്ചവടമാണ്, മറിച്ച് ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മണ്ഡലങ്ങൾ കിട്ടൂ എന്നൊരു പ്രചരണമാണ് സ്റ്റാലിൻ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങൾ പുനർനിർണയിക്കുക. പക്ഷേ അത് രാഷ്ട്രീയമാണ് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഒക്കെ പറയുന്നത്. ഇക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഇത്തരമൊരു യോഗം M.K. സ്റ്റാലിൻ വിളിച്ചത്. കൃഷ്ണരാജ്, M.K. സ്റ്റാലിൻ വിളിച്ച യോഗം പരാജയം. ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും പങ്കെടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.